അർജുന് മാത്രമല്ല കർണാടകയിലെ ഷിരൂരിൽ നിന്നും കാണാതായവരിൽ തമിഴ്നാട്ടിലെ ശരവണനും. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. നാമക്കൽ നിന്നും ധൻവാഡിലേക്ക് ട്രക്കുമായി പോയ ശരവണൻ തന്റെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് ശരവണന്റെ അമ്മ പറയുന്നത്. അതായത് 2 ദിവസത്തിനുള്ളിൽ പോയി വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ശരവണൻ നാമക്കലിൽ നിന്നും ധൻവാഡിലേക്ക് ട്രക്കുമായി പോയത്. എന്നാൽ ഇതുവരെയും ശരവണൻ തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് അമ്മ മോഹന പറയുന്നത്. മണ്ണിടിച്ചിൽപ്പെട്ടുപോയ ശരവണനായുള്ള കാത്തിരിപ്പിലാണ് അമ്മ മോഹന. ധൻവാഡിലേക്കുള്ള യാത്രയിൽ ഷിരൂരിലിറങ്ങിയ ശരവണൻ ചായ കുടിക്കാനായി തൻ്റെ ട്രക്ക് നിർത്തിയിട്ടു. തൊട്ടു പിന്നാലെ തൻ്റെ ഭാര്യയെ വിളിച്ച് സംസാരിക്കുന്നതിനിടെയാണ് മരങ്ങളും വെള്ളങ്ങളും പാറക്കല്ലുകളും ഷിരൂരിലെ മലയുടെ മുകളിൽ നിന്നും കുത്തിയൊലിച്ചു വന്നത്. പിന്നീട് മറുപടിയൊന്നും ഇല്ല എന്നും 7 ദിവസമായി ശരവണൻ്റെ അമ്മയും ബന്ധുക്കളും അപകട സ്ഥലത്തുണ്ട്. തൻ്റെ മകനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഈ അമ്മ പറയുന്നത്. മകനെ കണ്ടെത്താനുള്ള 7 ദിവസത്തെ പോരാട്ടത്തിൽ തന്നെയാണ് അമ്മ മോഹനയും ഇപ്പോൾ അവിടെയുള്ളത്. എത്രയും പെട്ടെന്ന് ശരവണനെ കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മോഹന പറയുന്നു. അതേസമയം അർജുൻ്റെ ലോറി കരയിലില്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് സൈന്യം. സ്ഥലത്തിപ്പോൾ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. കാരണം വീണ്ടും മണ്ണിടിച്ചൽ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ അപകട മേഖലയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ റെഡ് അലർട്ടും പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറിൽ നിന്നും ലഭിച്ച സിഗ്നലിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ആ സ്ഥലത്തെ മണ്ണ് നീക്കി പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായിട്ടില്ല. മാത്രമല്ല നദീതീരത്തു നിന്ന് ലോഹ സാന്നിധ്യത്തിൻ്റെ ഒരു സിഗ്നൽ ലഭിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സിഗ്നൽ ലഭിച്ച ഇടത്ത് മണ്ണ് നീക്കി പരിശോധിക്കാനാണ് ഇനി സൈന്യം ഒരുങ്ങുന്നത്. അതിനാൽ തന്നെ നിലവിൽ കരയിലേക്കുള്ള തിരച്ചിൽ സൈന്യം നിർത്തിയിരിക്കുന്നു. ഇനി പുഴയിൽ തിരച്ചിൽ നടത്തണമെന്ന് തന്നെയാണ് സൈന്യം പറയുന്നത്. അർജുൻ്റെ ലോറി റോഡിൻ്റെ അരികെ ആയിരിക്കാം നിർത്തിയിട്ടിരുന്നതെന്നും ഈ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുമെന്നാണ് പറയുന്നത്. റോഡിൻ്റെ സൈഡിലായി ഇപ്പോഴും മൺകൂനയുണ്ട്. ഇവിടെ മുൻപ് പരിശോധന നടത്തിയിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. റോഡിലേക്ക് വീണ മണ്ണിൻ്റെ ഏതാണ്ട് 95% മണ്ണ് നീക്കി പരിശോധിച്ചിട്ടുണ്ട്. അതേസമയം അർജുന് വേണ്ടിയുള്ള കരയിലെ തിരച്ചിൽ ഫലം കണ്ടില്ല. ലോറി കരയിലില്ല എന്ന് തന്നെ സൈന്യവും രക്ഷാപ്രവർത്തകരും സ്ഥിരീകരിക്കുകയാണ്. ഇതോടെ കരയിലെ പരിശോധന നിർത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. പ്രദേശത്ത് റെഡ് അലർട്ടാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമാകുന്നുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. രക്ഷാപ്രവർത്തകർ ഓരോ സംഘങ്ങളായി തിരിച്ചു വന്നു തുടങ്ങി. കരയിലെ തിരച്ചിൽ സൈന്യം പൂർണ്ണമായും അവസാനിപ്പിച്ച നിലയിലാണ്. എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. മാത്രമല്ല പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിനെത്തിയ സൈന്യത്തിൻ്റെ പക്കൽ ആവശ്യമായ സംവിധാനങ്ങൾ ഇല്ല എന്നും കാർവാർ MLA പറയുകയാണ്. ഇനിയും ഇവർ തുടരേണ്ട സാഹചര്യമില്ല എന്നാണ് കാർവാർ MLA സതീഷ് സെയിൽ വ്യക്തമാക്കുന്നത്. ഇന്ന് 3 ഇടങ്ങളിലായിട്ട് പരിശോധന നടത്തി. എന്നാൽ റഡാറിൽ സിഗ്നൽ ലഭിച്ച 3 ലോറി കണ്ടെത്തിയില്ല. അതായത് കരയിൽ ലോറി ഇല്ല എന്ന് തന്നെ സൈന്യം സ്ഥിരീകരിക്കുകയാണ്. ഇനി ഗംഗാവാലി പുഴയിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. ഇന്ന് നേരം വൈകിയതോടെ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കാനാണ് സാധ്യത. പുഴയിൽ ലോറി ഒഴുകിപ്പോയതാകാം എന്ന നിഗമനത്തിലാണ് സൈന്യം. നിലവിൽ രക്ഷാപ്രവർത്തകരും സൈന്യമടക്കമുള്ള സംഘം ഇപ്പോൾ തിരച്ചിൽ ഇനി പുഴയിലേക്ക് തന്നെ നടത്തണമെന്ന് പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗംഗാവാലി പുഴയിലും പരിശോധന ശക്തമാക്കാൻ തുടങ്ങുന്നു. പ്രദേശത്ത് പെയ്യുന്ന ശക്തമായ മഴ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനാൽ ചൊവ്വാഴ്ച വീണ്ടും രക്ഷാപ്രവർത്തനം തുടരുമെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.